രുദ്രൻ ആര്യന് നേരെ അടുത്തു. ആര്യന്റെ മുഖത്ത് ഭീതി നിറഞ്ഞു. രുദ്ര, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു കുതിരിപ്പിന് രുദ്രൻ ആര്യന്റെ കുത്തിന് പിടിച്ചു. പറയടാ, നീ എന്തിനാ എന്നെ ചതിച്ചത്? ആർക്കു വേണ്ടി? ഞാൻ സത്യമായ രുദ്ര, എനിക്കൊന്നും അറിയില്ല. ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാ. രുദ്രൻ ആര്യനെ തലങ്ങും വിലങ്ങും അടിച്ചു. രുദ്രന്റെ അടികളൊന്നും തടയാൻ പോലും ആര്യന് സാധിച്ചില്ല. നല്ല ഒന്നാന്തരം അഭ്യാസിയായിരുന്നു രുദ്രൻ. സിനിമയിലെ ഫൈറ്റ് രംഗങ്ങൾ ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ തനിയെ ചെയ്യുന്നവൻ. അവന്റെ ഓരോ താടനവും ഒരു ശിലാപ്രഹരം പോലെയാണ് തന്നിൽ പതിക്കുന്നത് ആര്യന് തോന്നി. കടുത്ത വേദനയിൽ അവൻ നിലവിളിച്ചു. രുദ്രൻ അവനെ തൻ്റെ കാൽ കീഴിലിട്ട് ഞെരിച്ചു. നീ മന്ത്രിയുടെ മകനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇവിടെ ഇട്ട് ഞാൻ നിന്നെ തീർക്കും. നിന്നെ പച്ചയ്ക്ക് കത്തിക്കാൻ എൻ്റെ തീരുമാനം. അതുകൊണ്ട് നിനക്ക് സത്യം പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. ഇല്ലെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല. കാരണം നീയൊക്കെ കാരണം ഇനി ഞാനൊന്നും അനുഭവിക്കാനില്ല. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നിട്ടും ആര്യൻ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ രുദ്രന് വാശിയായി. അവൻ ആര്യനെ നിലത്തുകൂടെ വലിച്ചിഴച്ചു. തൻ്റെ കാറിനരികിലേക്കിട്ടു. എന്നിട്ട് ഡിക്കി തുറന്ന് ദ്രാവകം നിറഞ്ഞൊരു ടിന്ന് പുറത്തെടുത്തു. അത് മൊത്തം ആര്യൻ്റെ ദേഹത്തേക്ക് കമഴ്ത്തി. പിന്നെ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ലൈറ്റർ എടുത്തു. പെട്രോളിൻ്റെ രൂക്ഷമായ ഗന്ധം ആര്യൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഞെട്ടലോടെ ആര്യൻ നോക്കുമ്പോൾ രുദ്രൻ ലൈറ്റർ തെളിച്ച് ആര്യനെ നോക്കി ക്രൂരമായി ചിരിച്ചു. നീ മരിക്കുന്നതാണ് നല്ലത്. എൻ്റെ മാത്രമല്ല, ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കൂടിയാണ് നീ കളിച്ചത്. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം എല്ലാ ദിവസവും എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ആ കണ്ണുനീരിൻ്റെ ഓർമ്മയിൽ പൊള്ളിപ്പിടയാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. അവളോടുള്ള എൻ്റെ ഒരു പ്രായശ്ചിത്തമാകട്ടെ ഇത്. നീ ചത്തു തുലയ്. രുദ്രൻ ഗൗരവത്തോടെ പറയുകയാണെന്ന് മനസ്സിലായതോടെ ആര്യൻ പെട്ടെന്ന് രുദ്രൻ്റെ കാലിൽ പിടിച്ചു. വേണ്ട രുദ്ര, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാനെല്ലാം പറയാം. എനിക്ക് ജീവൻ മാത്രം തിരിച്ചു തന്നാൽ മതി. ആര്യൻ അവനോട് കേണു. രുദ്രൻ ഒരു കാര്യവും വെറുതെ പറയുകയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. രുദ്രൻ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ശരി, പറയ. നിന്നെ ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്തായിട്ടാണ് കണ്ടത്. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുമായിരുന്നു. പണമോ സ്വത്തോ എന്തും. അത്രയ്ക്കും ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടോ? സ്വന്തം മകനെ പോലെയാണ് എൻ്റെ അമ്മയും അച്ഛനും നിന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ നീ എന്തെൻ്റെ അമ്മയോട് പറഞ്ഞത്? രുദ്രൻ എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണെന്നല്ലേ? എന്നിട്ട് നീ കാണിച്ച ചെറ്റത്തരം എൻ്റെ അമ്മയറിഞ്ഞ എന്തു വിചാരിക്കുമെന്ന് നിനക്കറിയാമോ? പറ്റിപ്പോയി രുദ്ര, എന്നോട് ക്ഷമിക്ക്. ശരി, ക്ഷമിക്കാം. പക്ഷേ ഇനി ഒരു കള്ളം നിന്റെ നാവിൽ നിന്ന് വീഴരുത്. വീണ ഇവിടെ എൻ്റെ കാൽ ചുവട്ടിൽ കിടന്ന് നീ കത്തിയെരിയും. എന്തിനു വേണ്ടിയാണ് നീ എന്നോട് ഇതെല്ലാം ചെയ്തത്? ഞാൻ സാറയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. സാറയ്ക്ക് വേണ്ടിയോ? രുദ്രൻ്റെ നെറ്റി ചുളഞ്ഞു. നീ വീണ്ടും എന്നോട് കള്ളം പറയുകയാണോ? ഞാൻ നിന്നെ ഓൾറെഡി വാൺ ചെയ്തതാണ്. വീണ്ടും കയ്യിലിരുന്ന ലൈറ്റർ ഉയർത്തിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. ഇല്ല രുദ്ര, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കള്ളം പറയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ സത്യമാണ് പറയുന്നത്. സാറയ്ക്ക് വേണ്ടിയാണ് എനിക്ക് നിന്നെ ചതിക്കേണ്ടി വന്നത്. രുദ്രൻ പെട്ടെന്ന് ആര്യൻ തൻ്റെ കാൽ കീഴിൽ നിന്ന് പിടിച്ചുയർത്തി നേരെ നിർത്തി. അവന് തനിയെ നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ വലിയ മൈതാനത്ത് കുറച്ചു മാറൊരു കരിങ്കൽ ബെഞ്ചുണ്ടായിരുന്നു. രുദ്രൻ അവനെ വലിച്ചിഴച്ച് അവിടേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആര്യൻ അവിടെ ഇരുത്തി. തൊട്ടടുത്തായി രുദ്രനും ഇരുന്നു. ആര്യൻ അപ്പോഴേക്കും വല്ലാതെ കിതച്ചിരുന്നു. ശരി, എന്താണ് സംഭവിച്ചതെന്ന് വേഗം പറഞ്ഞു. എന്നിട്ട് തീരുമാനിക്കാം നീ മാപ്പ് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആര്യൻ്റെ ചുണ്ടുകൾ വിറവുണ്ടു. അവൻ പേടിയോടെ സംസാരിച്ചു തുടങ്ങി. നമ്മൾ ഇരുവരും ഒരുമിച്ച് ചെയ്ത ധ്രുവ നക്ഷത്രം എന്ന സിനിമ നിനക്ക് അറിയാമല്ലോ. നിന്റെയും എൻ്റെയും ആദ്യത്തെ വിജയ സിനിമയായിരുന്നു അത്. അതെ, ഞാൻ ആദ്യമായിട്ട് നിന്റെ ഡയറക്ഷനിൽ ഹീറോയായി അഭിനയിച്ച പടം. ആര്യൻ തലകുലുക്കി. ധ്രുവ നക്ഷത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് നിന്നെ കാണാൻ വന്ന സാറയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. ആദ്യമായി കാണുന്ന അകൽച്ചയൊന്നും അവൾക്ക് എന്നോടില്ലായിരുന്നു. വളരെ അടുപ്പത്തോടു കൂടിയാണ് അവൾ എന്നോട് പെരുമാറിയിരുന്നത്. അതിൻ്റെ ഷൂട്ടിങ് ഒരു 5-6 മാസത്തേക്ക് നീണ്ടിരുന്നല്ലോ. അപ്പോഴേക്കും അവൾ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ അവിടെ വരുമായിരുന്നു. വരുമ്പോഴേക്ക് എന്നോട് സംസാരിക്കുകയും ചിരിക്കുകയും ഓരോന്ന് അടുപ്പത്തോടെ പറയുകയും ചെയ്യും. പതിയെ പതിയെ എനിക്ക് അവളോടൊരു അട്രാക്ഷൻ തോന്നി തുടങ്ങി. രുദ്രൻ്റെ ചുണ്ടുകളിൽ വീണ്ടും പരിഹാസം നിറഞ്ഞൊരു ചിരി വിടർന്നു. ആര്യൻ്റെ മുഖം താണു. ഇതത്ര പുതിയ കാര്യമൊന്നുമല്ല. നീ പറയുന്നത് കേട്ടാൽ തോന്നുന്നു നിനക്ക് ആദ്യമായാണ് ഒരു പെണ്ണിനോട് തോന്നുന്നതെന്ന്.
നടി കീർത്തനുമായി നീ റിലേഷനിലായിരുന്നില്ലേ ആ സമയത്ത്? മാത്രമല്ല ആക്ട്രസ് അഞ്ജലിയുമായും നിനക്ക് അടുപ്പുണ്ടായിരുന്നു. അതും അവർ മാരീഡ് ആണെന്ന് അറിയാമായിരുന്നിട്ട് പോലും. പ്രിയ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ. ഭാര്യയെ പോലും ഗൗനിക്കാതെ നീ തിരക്കൊന്നും പറഞ്ഞ് സുഖിക്കുകയായിരുന്നു. എൻ്റെ അഡ്വൈസൊന്നും നീ വകവെച്ചിരുന്നില്ല. രുദ്രൻ പറഞ്ഞത് കേട്ട് ആര്യൻ്റെ മുഖം താഴ്ന്നു. ഒരു നിമിഷത്തേക്ക് ആര്യൻ നിശബ്ദനായി. ശരി, എന്നിട്ട് ബാക്കി പറയേ, രുദ്രൻ ആജ്ഞാപിച്ചു. സാരയോട് തോന്നിയ ആഗ്രഹം എനിക്ക് അടക്കാൻ പറ്റാതെയായി. ധ്രുവനക്ഷത്രത്തിൻ്റെ ഷൂട്ടിംഗ് തീർന്നപ്പോഴേക്കും ഞാൻ അവളോട് എൻ്റെ ആവശ്യം പറഞ്ഞു. നിന്നോടിതൊന്നും പറയരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അവൾ സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നോട് അവൾ സിൻസിയർ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. സ്റ്റിൽ ഐ ഗീവ് ഇറ്റ് എ ട്രൈ. പറഞ്ഞിട്ട് ആര്യൻ രുദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ ആര്യൻ പതറി. ബാക്കി കൂടെ പറയടാ, രുദ്രൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. സാര വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. സത്യം പറഞ്ഞ ആ ചിരി കണ്ടപ്പോൾ എനിക്ക് അവളെ എങ്ങനെയെങ്കിലും നേടിയാൽ മതിയെന്ന് തോന്നി. പലപ്പോഴും വളരെ വശ്യമായ രീതിയിലാണ് അവൾ എന്നോട് പെരുമാറിയിരുന്നത്. ആര്യൻ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ രുദ്രൻ്റെ മുഖം വല്ലാതെ രൂക്ഷമായി. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി സാറ എന്നെ വിളിച്ചു. രുദ്രൻ്റെ രൂക്ഷമായ നോട്ടം നേരിടാൻ വയ്യാതെ ആര്യൻ അവൻ്റെ മുന്നിൽ തല താഴ്ത്തി നിന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇക്കുറി രുദ്രൻ്റെ ശബ്ദം വിറച്ചു. അവളുടെ ഫ്ലാറ്റിലേക്ക് അവൾ എന്നെ ക്ഷണിച്ചു. ഞാൻ അപ്പോൾ തന്നെ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അവിടേക്കെത്തി. പ്രതീക്ഷിച്ചതുപോലെ അവിടെ അവൾ തനിച്ചായിരുന്നു. നീയുമായിട്ടുള്ള റിലേഷൻ അവൾക്ക് വിടാൻ സാധിക്കില്ലെന്നും പക്ഷേ താൽക്കാലികമായി എന്നെ തൃപ്തിപ്പെടുത്താൻ അവൾ തയ്യാറാണ് എന്നും എന്നോട് പറഞ്ഞു. നോ, അനാവശ്യം പറയുന്നുടാ ചേറ്റെ. എന്നോട് എന്ത് കള്ളവും പറഞ്ഞ് ഫലിപ്പിക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാനുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അത് വെച്ച് അവളെക്കുറിച്ച് വൃത്തികേട് പറയുന്നു. രുദ്രൻ മുഖമടച്ച് ആര്യനെ ഒന്ന് കൊടുത്തു. അവൻ്റെ ചുണ്ടുകൾ പൊട്ടി ചോര വന്നു. ഇല്ല രുദ്ര, ഞാൻ കള്ളം പറയുന്നതല്ല. ആര്യൻ വേദനയോടെ ഞെരങ്ങി. ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഈ അവസ്ഥയിൽ ഞാൻ നിന്നോട് കള്ളം പറയില്ല. സാറ നീ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തിയല്ല. എൻ്റെ കയ്യിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ തെളിവുകളുമുണ്ട്. മെസ്സേജസും വാട്സപ്പ് ചാറ്റുകളും അവൾ അറിയാതെ എടുത്ത ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലെ ചില ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ. ഞാനൊരു രസത്തിന് അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ എടുത്തു വെച്ചതാ ഇതെല്ലാം. ആര്യൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രന് തല പെരുക്കുന്നത് പോലെ തോന്നി. എന്നിട്ടെന്തായി? ബാക്കി പറയ്, അവൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. ആര്യൻ തുടർന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. 75 ലക്ഷത്തോളം വിലമതിക്കുന്ന ഡയമണ്ടിൻ്റെ ഒരു സെറ്റാണ് അവൾ പകരമായി ചോദിച്ചത്. ഞാനത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ആര്യൻ പറഞ്ഞതൊന്നും തന്നെ വിശ്വസിക്കാനാവാതെ രുദ്രൻ തടഞ്ഞിരുന്നു. സാറ തന്നെ ഇത്രയും കാലം അതിനീചമായി വഞ്ചിക്കുകയായിരുന്നു എന്ന് ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. പ്രൊഡ്യൂസർ ഫിലിപ്പിൻ്റെ മകളല്ലേ സാറ? അയാൾ നല്ല പണക്കാരനാണല്ലോ. ഓരോ പണത്തിനും കോടികളിലെ അയാൾ വാരുന്നത്. എന്നിട്ടും അവൾ കേവലം പണത്തിനു വേണ്ടി. നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് രുദ്ര. സാറ ഫിലിപ്പിന് ലീഗലി ഉണ്ടായ മകളല്ല. അയാൾക്ക് വേറൊരു ഭാര്യയും മകളുമുണ്ട്. സാറയുടെ അമ്മ അയാളുടെ കേപ്പാണെന്നേ പറയാൻ പറ്റൂ. രുദ്രൻ വിശ്വസിക്കാനാവാതെ ആര്യനെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും യോഗ്യതയുള്ള നിന്നെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അയാൾ മടിക്കുന്നത്? അത് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചത് അവർ വേറെ ജാതി ആയതുകൊണ്ടാണെന്നാണ്. അങ്ങനെയൊന്നല്ല. നീ ആ രഹസ്യങ്ങളെല്ലാം അറിയുമെന്നുള്ള പേടി കൊണ്ടാണ്. അയാളുടെ പൊയ്മുഖം അഴിഞ്ഞു വീണാലോ എന്നുള്ള പേടി. 10-28 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രേമസാഗരം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വന്ന ഗേളി എന്ന 25-കാരിയോട് പ്രൊഡ്യൂസർ ഫിലിപ്പിന് ആ മോഹം തോന്നി. അന്ന് ഫിലിപ്പിന് ഭാര്യയും മുതിർന്ന ആൺമക്കളുമുണ്ട്. ഫിലിപ്പിൻ്റെ ആദ്യ സിനിമയായിരുന്നു അത്. ഭാര്യയാണെങ്കിൽ കോട്ടയത്തുള്ളൊരു അബ്കാരിയുടെ മോളും. അയാൾക്ക് മന്ത്രിമാരുടെ ഇടയിൽ വരെ വൻ സ്വാധീനമായിരുന്നു. സത്യം പറഞ്ഞ ഫിലിപ്പിന് ഫാദർ ഇൻ ലോയോട് വിധേയത്വം കലർന്നൊരു ഭയമായിരുന്നു. ഫിലിപ്പിൻ്റെ സിനിമാ മോഹം നടത്താനായി കാശിറക്കിയത് അയാളായിരുന്നു. പ്രേമസാഗരത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതും ഫിലിപ്പ് തൻ്റെ മോഹം ഗേളിയുടെ കൂടെ വന്ന അവളുടെ അമ്മായി കത്രിയാനിയോട് അറിയിച്ചു. കത്രിയാനിയമ്മ ഫിലിപ്പിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം പറ്റി ഗേളി ഏതോ ഹോട്ടലിൽ എത്തിച്ചു കൊടുത്തു.
കാര്യം കഴിഞ്ഞതും ഗേളിയെ ക്യാഷ് കൊടുത്ത് ഒഴിവാക്കാമെന്നായിരുന്നു ഫിലിപ്പ് കരുതിയത്. പക്ഷേ ഗേളി ആത്മഹത്യ ഭീഷണി മുഴക്കി. ആത്മഹത്യക്കുറിപ്പിൽ ഫിലിപ്പിന്റെ പേരുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി. തൻ്റെ ഭാര്യയും അബ്കാരി ഫാദർ ഇൻ ലോയും ഇതറിഞ്ഞാലോ എന്ന് ഭയന്ന് ഫിലിപ്പ് തിരുവനന്തപുരത്ത് ആരും അറിയാതെ ഒരു വീട് കെട്ടി ഗേളി താമസിപ്പിച്ചു. സത്യം പറഞ്ഞത് കത്രീനയും ഗേളിയും കൂടി ആസൂത്രണം ചെയ്തൊരു നാടകമാണെന്ന് പിന്നെയാണ് ഫിലിപ്പിന് മനസ്സിലായത്. ഗേളിയും കത്രിയാനിയമ്മയും ശരീരം വിറ്റ് ജീവിക്കുന്നവരായിരുന്നു. കത്രീനമ്മ തിരുവനന്തപുരം നഗരത്തിൽ ഒരു വേശ്യാലയം നടത്തിയിരുന്നു. അപ്പോഴാണ് സുന്ദരിയായ ഗേളിയെ തേടി സിനിമയിൽ ഒരു ചാൻസ് ഒത്തു വന്നത്. അവരുടെ ചൂണ്ടയിൽ ഫിലിപ്പ് എന്ന വമ്പൻ മീന് കുടുങ്ങിയപ്പോൾ ഇനി പണത്തിന് മറ്റു വഴികൾ അന്വേഷിക്കേണ്ടതില്ലെന്ന് രണ്ടുപേർക്കും തോന്നി. വളരെ വൈകിയാണ് ഫിലിപ്പ് തനിക്ക് അമളി പറ്റിയ കാര്യം അറിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഗേളി പ്രഗ്നൻ്റായി. സാറ ജനിച്ചു. പിന്നീട് കുറെ കോളിളക്കങ്ങളുള്ള സംഭവങ്ങൾ ഉണ്ടായി. ഫിലിപ്പിന്റെ ഭാര്യ വീട്ടുകാർ വിവരമറിഞ്ഞു. അമ്മായിയപ്പൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഫിലിപ്പിന് കുറെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കി. അയാളെ ഭീഷണിപ്പെടുത്തി. ഫിലിപ്പിന് സിനിമകളില്ലാതെയായി. അമ്മായിയപ്പനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് ഫിലിപ്പിന് മനസ്സിലായി. മാത്രമല്ല ചതി പ്രയോഗിച്ച് തൻ്റെ തലയിൽ തൂങ്ങിയ ഗേളിയോട് അയാൾക്ക് പകയുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ തൻ്റെ സ്വത്തുക്കളെല്ലാം ഭാര്യയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെച്ചു. ചുരുക്കത്തിൽ പറഞ്ഞ സാറയ്ക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിരുന്നില്ല. സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും ഫിലിപ്പ് അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. അത് ഫിലിപ്പും ഭാര്യയും തമ്മിലുള്ള ഡീലാണ്. ഇല്ലെങ്കിൽ താൻ ഡിവോഴ്സ് ചെയ്ത് പോകുമെന്ന് ഭാര്യ ഫിലിപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഫിലിപ്പിന്റെ വൃത്തികെട്ട മുഖം ലോകത്തിന് മുന്നിൽ താൻ വിളിച്ചു പറയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സാറ ഫിലിപ്പിന്റെ ഇളയ മകളായിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത്. പക്ഷെ സാറയുടെ അമ്മ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഫിലിപ്പ് വാങ്ങിച്ചു കൊടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഈ കാര്യം ആർക്കും തന്നെ അറിയില്ല. ഇതെല്ലാം പരമരഹസ്യമായ ഫിലിപ്പും സാറയും സൂക്ഷിച്ചിരുന്നു. സാറയ്ക്ക് അത്യാവശ്യത്തിനുള്ള ക്യാഷ് മാത്രമാണ് ഫിലിപ്പ് കൊടുക്കുന്നത്. നിയമപരമായി അവളുടെ അമ്മയെ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾക്കൊന്നും ചോദിക്കാനും പറ്റില്ല. മാത്രമല്ല അധികം അയാളോട് ഇടഞ്ഞ ഇപ്പോഴുള്ള ഗുണം പോലും ഇല്ലാതാകുമോ എന്ന് അവൾക്ക് ഭയമായിരുന്നു. അവൾ അമ്മയുടെ മോള് തന്നെയാണ്. അതുകൊണ്ട് അവളുടെ ആവശ്യത്തിനുള്ള ക്യാഷ് എങ്ങനെ സമ്പാദിക്കണമെന്ന് അവൾക്കറിയാം. മാത്രമല്ല ഫിലിപ്പിന്റെ മകളാണെന്നുള്ള ലേബലിൽ അവൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. അതുകൊണ്ട് ഫിലിപ്പിന്റെ പിശുക്കിനെതിരെ അവൾക്ക് മൗനം പാലിച്ചേ പറ്റൂ. മാത്രമല്ല ഫിലിപ്പിന്റെ മകൾ എന്ന നിലയിലല്ലേ റിലേഷൻഷിപ്പിലായത്. ഇതൊക്കെ സത്യമാണോ? രുദ്രൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അതെ, പച്ച പരമാർത്ഥമാണ്. പക്ഷേ ആരും അറിയാത്ത ഈ കഥകളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? രുദ്രൻ സംശയത്തോടെ ആര്യനെ നോക്കി. ഇതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ എന്നോടൊരു ദിവസം സാറ പറഞ്ഞതാണ്. സാറ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞെന്നോ? അൺബിലീവബിൾ. അതെ, ഒരിക്കൽ ഞങ്ങൾ ഒരു റിസോർട്ടിൽ മുറിയെടുത്തിരുന്നു. അന്ന് രാത്രി അവൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചിരുന്നു. അന്ന് പകുതി ബോധത്തിൽ അവൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ അവൾ പറഞ്ഞത് അപ്പടി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാലോ എന്ന് കരുതി. രുദ്രൻ കയ്യിലെ ശിരസ് താങ്ങി കുമ്പിട്ടിരുന്നു. അവന് കേട്ടതെല്ലാം താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. സമയം കുറെ കൂടി ഇഴഞ്ഞു നീങ്ങി. കുറച്ചു കഴിഞ്ഞതും അവൻ തല ഉയർത്തി നോക്കി. വീണ്ടും അവൻ്റെ കണ്ണുകളിൽ പഴയ അഗ്നി എരിയുന്നത് കണ്ട് ആരിൻ്റെ മിഴികൾ പിടച്ചു. ശരി, നീയും അവളും കൂടി എന്നെ ഹോട്ടലിൽ വെച്ച് നിദ്രയുമായി കുടുക്കിയത് എന്തിനാണെന്ന് പറയ്. അവൻ്റെ സ്വരം പരുഷമായിരുന്നു. ഞാൻ പറയാം. ആര്യൻ ദയനീയമായി അവനെ നോക്കി പറഞ്ഞു.